പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി അടുത്ത ദിവസം. ജില്ലാ നിയമസഹായ വേദിയുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. ഇന്ന് കോടതിയിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന കോടതി വിധിയിൽ ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം നടന്നു. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ വാദിച്ചു. മുൻകൂർ തയ്യാറെടുപ്പ് നടത്തിയാണ് പ്രതി കൊലപാതകം നടത്തിയത്. പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. കുറ്റകൃത്യം നടത്താൻ ഇനിയും സാധ്യതയുണ്ട്. പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ അത് വ്യക്തമാണ് എന്നും പ്രതി മാനസാന്തരപ്പെടാൻ സാധ്യതയില്ലെന്നും ഗാന്ധിജിയല്ല താൻ എന്ന മനോഭാവം തന്നെ ഉദാഹരണമാണെന്നും പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കേസിൽ ദൃക്സാക്ഷികൾ ഇല്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന രീതിയിലാണ് പോലീസ് ചെന്താമരയെ പിടികൂടിയത് എന്നും കേസിലുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രമാണെന്നും വധശിക്ഷ നൽകരുതെന്നും പ്രതിഭാഗം അഭിഭാഷകനും വാദിച്ചു. തുടർന്ന് ജില്ലാ നിയമസഹായ വേദിയുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കേസ് നാളത്തേക്ക് മാറ്റി. പ്രതി ചെന്താമരയ്ക്ക് നിലവിൽ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും ശിക്ഷാവിധി എന്ന് പറയുമെന്ന് പ്രഖ്യാപിക്കുക. നാളെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. നാളെ വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും ചെന്താമരയെ ജില്ലാ അഡീഷൻ സെഷൻസ് കോടതിയിൽ ഹാജരാക്കുക. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകുമോ കോടതി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജനം, പാലക്കാട്.